ഞാൻ ഈ ഒരു മാക്ബുക്ക് വാങ്ങിയിട്ട് ഇപ്പോൾ 2 വീക്ക് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതങ്ങനെ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വീഡിയോ അല്ല. ഒരു നോർമൽ സ്റ്റുഡൻറ്റിന് പഠിക്കാനും അതേപോലെ തന്നെ ചെറിയ ചെറിയ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാനും സിനിമകൾ കാണാനൊക്കെ മാക്ബുക്ക് എടുത്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മാത്രമേ ഞാൻ ഒരു വീഡിയോയിൽ പറയുന്നുള്ളൂ. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ ആ ലുക്കും വെയിറ്റിനെയും പറ്റി സംസാരിക്കാം. ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ്. അത് മാത്രമല്ല അങ്ങനെ ഒരുപാട് ബൾക്കി അല്ല, അങ്ങനെ ഭയങ്കര സൈസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് കോളേജിൽ കൊണ്ടുപോകാനാണെങ്കിലും സ്കൂളിൽ കൊണ്ടുപോകാനാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് തന്നെ ബെഡിലിരുന്ന് യൂസ് ചെയ്യാനൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പിന്നെ ഫാനോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ നോയ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഒച്ചയും വിളിയൊന്നും ഉണ്ടാവില്ല. നമ്മൾ ചെയ്യുന്നതെല്ലാം വളരെ സൈലൻ്റ് ആയിട്ട് നമുക്ക് ഏറ്റവും ഒരു പ്രീമിയം ഫീൽ ചെയ്യുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ നമുക്ക് ഫാനുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടാവില്ലേ എന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ദിവസം ഉപയോഗിച്ചു, നല്ലപോലെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലാതെ യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊന്നും എനിക്ക് ഇന്നേ വരെ ഒരു ഹീറ്റിംഗ് അനുഭവപ്പെട്ടിട്ടില്ല. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് 6 മണിക്കൂറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം 4 മണിക്കൂർ ക്ലാസ്സും ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ചെറിയ വീഡിയോസ് എഡിറ്റ് ചെയ്യാനും അതിന് മുന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനെ ഹീറ്റിങ്ങും കാര്യങ്ങളൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ഒരു ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ എന്തായാലും അതിൽ എത്ര ദിവസം ചാർജ് നിൽക്കുന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണല്ലോ. അപ്പോൾ അവിടെയാണ് ഈ മാക്ബുക്ക് ആക്ച്വലി വിൻഡോസിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യുന്നത്. നോർമൽ യൂസ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു മാക്ബുക്ക് എയർ M1 എന്ന് പറയുന്ന മോഡൽ സുഖമായിട്ട് നമുക്ക് 2 ദിവസം കിട്ടും. വളരെ ലൈറ്റ് യൂസ് ആണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ 3-4 ദിവസം കിട്ടിയെന്ന് വരാം. ഞാൻ 3-3.5 മണിക്കൂറോളം ക്ലാസ് കാണും, അതിന് പുറമെ യൂട്യൂബിൽ ഓരോന്ന് കാര്യങ്ങളൊക്കെ വീഡിയോസ് കാണും, അതേപോലെ തന്നെ വീഡിയോസ് എഡിറ്റ് ചെയ്യും. എന്നാലും എനിക്ക് എങ്ങനെ പോലും 2 ദിവസം സുഖമായിട്ട് കിട്ടും. നോർമൽ C ടൈപ്പ് ചാർജർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ എക്സ്ട്രാ ഒരു ചാർജർ ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മളൊരു വിൻഡോസിൻ്റെ സാധാ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ഒക്കെ ആണെങ്കിൽ അതിൻ്റേതായ ഒരു ബൾക്കി ചാർജർ ഉണ്ടാവും. ഇതിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഒറ്റ ചാർജർ എടുക്കുകയാണെങ്കിൽ ആ ചാർജർ വെച്ച് നമുക്ക് നമ്മുടെ ഫോണും ചാർജ് ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് മാക്കും ചാർജ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ കീബോർഡിനെ പറ്റി സംസാരിക്കാം. കീബോർഡ് ആക്ച്വലി മെക്കാനിക്കൽ കീബോർഡാണ്, അല്ലാതെ നമ്മുടെ സാധാ ലാപ്ടോപ്പിൽ വരുന്ന പോലത്തെ മെംബ്രെയിൻ കീബോർഡ് അല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്ലിക്കിംഗ് സൗണ്ട് തന്നെ നമുക്ക് കേൾക്കുമ്പോൾ വളരെ സാറ്റിസ്ഫൈങ് ആണ്. പക്ഷെ ഇതിനൊരു പ്രോബ്ലം ഉണ്ട്. എന്താ വെച്ചാൽ നമ്മൾ കൈയൊന്ന് നനഞ്ഞിട്ട് അല്ലെങ്കിൽ കുറച്ചൊന്ന് വേർത്തിട്ടൊക്കെ ഈ കീസിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഷൈനിങ് വരും. പിന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരുപാട് യൂസ് ചെയ്യുന്ന കീസിനൊക്കെ ആ ഒരു ഷൈനിങ് ഉണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്, അത് തനിയെ മാറുമോ എന്നൊന്നും എനിക്കറിയില്ല. 2 വീക്സ് കൊണ്ട് തന്നെ എൻ്റെ ഷിഫ്റ്റ് കീയും എൻ്റർ കീയും അങ്ങനെ കുറച്ച് ഷൈനിങ് വന്നിട്ടുണ്ട്. പക്ഷെ അതങ്ങനെ പെട്ടെന്ന് അറിയൊന്നുമില്ല. പിന്നെ ആരോ കീസ് വളരെ ചെറുതാണ്, എനിക്ക് അത്ര ഒരു സുഖം തോന്നിയില്ല. നമ്മൾ ഈ ക്ലിക്ക് ചെയ്യുമ്പോൾ മിസ് ക്ലിക്ക് വരുന്നുണ്ട്. കാരണം മുകളിലോട്ടുള്ള ആരോ ഞെക്കുമ്പോഴേക്കും ചിലപ്പോൾ താഴത്തേക്കും കൂടി ഞെങ്ങി പോകുന്നുണ്ട്. കാരണം അത് ഭയങ്കര ചെറുതാണ്. ഇനിയിപ്പോൾ എൻ്റെ വിരൽ അങ്ങനെ ഒരുപാട് വലുതൊന്നും അല്ലല്ലോ. അപ്പോൾ അതൊരു ഡിസ്കംഫേർട്ടാണ്, എനിക്ക് അത്ര പറ്റിയിട്ടില്ല. എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഈ ഒരു മാക്ബുക്ക് എടുക്കുന്നത് അതിപ്പോൾ M1 ആയാലും M4 ആയാലും ഒക്കെ എയർ മോഡൽസ് ആണെന്നുണ്ടെങ്കിൽ അതിന് കീപാഡ് ഉണ്ടാവില്ല. ഈ ഒരു കീപാഡ് ഇല്ലാത്തതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് കുറേ നമ്പേഴ്സൊക്കെ പെട്ടെന്ന് അടിക്കേണ്ടി വരുമ്പോൾ നമ്മൾ മുകളിലാണല്ലോ ഈ ഫംഗ്ഷൻ കീസിൻ്റെ ഒപ്പമാണല്ലോ നമ്മുടെ നമ്പേഴ്സ് വരിക. അപ്പോൾ അതടിച്ച് താഴെ ആരോസിൽ വന്ന് സെല്ല് മാറ്റി പിന്നെ അത് അടിക്കുമ്പോഴേക്കൊക്കെ നമുക്ക് നല്ലപോലെ ദേഷ്യം വരും. ഇത് കുറച്ച് നമ്പേഴ്സ് അടിക്കുന്ന പോലെയല്ല, കുറേ എണ്ണം ഉണ്ടാവും. നമുക്ക് CA SCCA അതേപോലെ തന്നെ ഈ അക്കൗണ്ടിങ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നവർക്ക്. അപ്പോൾ അത് എനിക്ക് അത്ര ഒരു സുഖം തോന്നിയില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ കോഴ്സുകളൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ഒന്ന് കൺസിഡർ ചെയ്യണം. But you don't have to worry about it. This, my friends, is a brand new BK10 from iClever. The most interesting part of this keyboard is that it can connect up to 3 devices at a time, which is great for multitasking. The iClever BK10 is compatible with both Windows and MacBooks, so you can either use it with your MacBook and iPad or your Windows laptop and tablet. It's super lightweight, making it easy to carry while traveling or use in the bed while studying. Connecting it is really easy. Just press and hold the Bluetooth button for 5 seconds and you will easily pair up your device. This is the interesting feature I was talking about. Now I'm typing on my MacBook and with a single click I can switch it to my iPad. It's a cool and usable feature during multitasking. I've been using it for a few days now and I can comfortably type faster because the key distance is really nice. We can get up to 90 days of standby with just 2 hours of charging. I've never seen another Bluetooth keyboard with such a long battery life. We can also charge it using our regular C-type cable, so we don't have to carry any additional chargers. We can easily charge our phone, laptop and keyboard using a single charger. The design itself is very impressive. It's ultra slim, lightweight and comes in 5 different colors: silver, grey black, rose gold, black and silver black. So you can select the keyboard that matches your laptop and it will look really nice. I chose the silver grey because my laptop is space grey and I'm really loving it. Isn't it beautiful? We are also getting a laptop skin for free. If you are interested in buying this keyboard, the link will be in the description. ഈ ഒരു മാക്ബുക്ക് എയർ M1 എന്ന് പറയുന്ന മോഡൽ ഇറങ്ങിയിട്ട് ഓൾമോസ്റ്റ് 5 കൊല്ലത്തോളമായിട്ടുണ്ട്. എന്നാലും ഇതിൻ്റെ ഡിസ്പ്ലേ എന്നൊക്കെ പറയുന്നത് അത്രയും ടോപ്പ് നോച്ചാണ്. ഇതിനകത്ത് ഒരു കംപ്ലൈൻറ്റ് പറയാൻ നമുക്ക് ഉണ്ടാവില്ല. ലൈക്ക്
എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഡിസ്പ്ലേ. നമ്മളൊരു ഗെയിമിംഗ് ലാപ്ടോപ്പിൽ നിന്നൊക്കെ വരികയാണെങ്കിലും മറ്റേത് 120 ഹെഡ്സ് റിഫ്രഷ് റേറ്റ് ഒക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ അത്ര ഒരു കളറ് ഇതിനകത്ത് എന്തോ ഒരു നൈസാണെന്ന് അറിയാം ഓരോ കളേഴ്സൊക്കെ കാണാൻ. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സിനിമ കാണുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ക്യാൻവയിലൊക്കെ ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് കളറാണോ ആക്ച്വലി ഉള്ളത് ആ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ചില സമയത്ത് നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്ത സാധനം അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും വേറെ കളേഴ്സ് ആയിരിക്കും നമുക്ക് ഫോണിൽ കാണാം. അപ്പോൾ ആ ഇഷ്യൂസ് ഒന്നും ഇതിലുണ്ടാവില്ല. നമ്മൾ ഐഫോണിൽ കാണുന്ന ഏതാണോ കളർ അതേ കളറിനെയാണ് നമുക്ക് ഈ ഒരു മാക്കിൻ്റെ ഡിസ്പ്ലേയിലും കാണാം. അത് മാത്രമല്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു വിൻഡോസ് ലാപ്ടോപ്പിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന കണ്ടിട്ടുണ്ടോ? നമുക്ക് ഡിസ്പ്ലേ എന്ന് പറയുന്നതിൻ്റെ ബ്രൈറ്റ്നസ് 0 ആക്കാൻ പറ്റും. ലൈക്ക് ലിറ്ററലി നമുക്ക് ലാപ്ടോപ്പ് ഓഫ് ചെയ്ത് വെച്ച പോലെ ഒരു ഫീലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അത് നല്ലൊരു ഫീച്ചറാണ്. ലൈക്ക് നമുക്ക് ബാക്കിയുള്ളവർ കാണണ്ട, നമ്മൾ ചെയ്യുന്ന വർക്ക് കാണണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിസ്പ്ലേ ഒന്ന് 0യിലേക്ക് ആക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ബ്രൈറ്റ്നസ് പോയി, പിന്നെ നമുക്ക് ആ ഡിസ്പ്ലേ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അത് നല്ലൊരു ഫീച്ചറാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ സ്പെസിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ഞാൻ പോകുന്നില്ല. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ അടുപ്പിച്ച് പറയാൻ പോവാണ്. ലൈക്ക് മാക്ബുക്കിൻ്റെ ട്രാക്ക് പാഡ് ക്വാളിറ്റി പിന്നെ ഞാൻ പ്രത്യേകം എടുത്ത് പറയണ്ടല്ലോ, എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. അത്രയും സാറ്റിസ്ഫൈങ് ആണ് ഉപയോഗിക്കുക. പിന്നെ എന്താ വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഐഫോൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്ക് എടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. ഈ ഡാറ്റ ട്രാൻസ്ഫറിങ് മാത്രമല്ല നമ്മുടെ ഒരു ആപ്പിൾ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ എൻറ്റയർ ഫോണ് ഫുൾ പൊട്ടൻഷ്യലിൽ നമുക്ക് സ്ക്രീനിങ് വെച്ചിട്ട് നമ്മുടെ മാക്കിൽ യൂസ് ചെയ്യാൻ പറ്റും. അത് അതിനായിട്ട് ഇൻബിൽഡ് ആയിട്ട് മാക്കിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് ഫോണിനെ ഫുൾ പൊട്ടൻഷ്യൽ, അതായത് നമുക്ക് ഫോണിൻ്റെ ഗാലറി എടുത്തിട്ട് വേണമെങ്കിൽ അതിലുള്ള ഫോട്ടോസ് ഡ്രാഗ് ചെയ്ത് മാക്കിലേക്ക് ഇടാം. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാം, വാട്സപ്പ് ഉപയോഗിക്കാം, ടെലിഗ്രാം ഉപയോഗിക്കാം. എന്താണോ വേണ്ടത് അതൊക്കെ നമുക്ക് ചെയ്യാം. നമുക്ക് കോൾ വരെ ചെയ്യാം. പിന്നെ നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മൈക്രോസോഫ്റ്റിൻ്റെ ഓഫീസ് വേണമല്ലോ, ലൈക്ക് വേർഡും എക്സലും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഇതൊന്നും പൈസ കൊടുത്ത് വാങ്ങണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരു കടയിൽ കൊണ്ടുപോവാണെങ്കിൽ അവർ ചെറിയ റേറ്റിന് ചെയ്തു തരും. ഞാൻ ഇത് മേടിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ ഒപ്പം തന്നെ കിട്ടിയതാണ് ഈ എക്സലും വേർഡൊക്കെ. കടക്കാരോട് പറഞ്ഞു, അവർ ചെയ്തു തന്നു. അപ്പോൾ അതൊന്നും ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ ആവണ്ട. പിന്നെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് CapCut ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് കൺസിഡർ ചെയ്യുന്ന ഡാവിൻചി റിസോൾവ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഫ്രീ ആണ്. നമുക്ക് ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ₹1 പോലും മുടക്കാതെ നമുക്ക് ആ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഗെയിം കളി മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ മാക്ബുക്ക് എന്ന് പറഞ്ഞ ഒരു കാര്യം മറന്നേക്ക്. കാരണം നമുക്ക് ഗെയിം ഒന്നും ഇതിൽ കളിക്കാൻ പറ്റില്ല. ഇത് മെയിനായിട്ട് പ്രൊഡക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ്. അപ്പോൾ ഗെയിമിംഗ് മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് വാങ്ങുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു PC മേടിക്കുക. മാക്ക് ഒന്നും വാങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് വിൽക്കേണ്ടി വരും. ഇനി നമുക്ക് ഇതിന്റെ സ്പീക്കറും മൈക്കിനെയും പറ്റി സംസാരിക്കാം. മൈക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ വീഡിയോ കോളൊക്കെ ചെയ്യാനാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട്. അത് മാത്രമല്ല സ്പീക്കർ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഇത്രയും ക്ലാരിറ്റിയിൽ ലൗഡായിട്ടുള്ള സ്പീക്കർ നമുക്കൊരു വിൻഡോസ് ലാപ്ടോപ്പിൽ കിട്ടാനില്ല. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യത്തിലേക്ക് പോകാം. ഒരു സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ നിങ്ങൾ ഒരു മാക്ബുക്ക് എടുത്താൽ പണി കിട്ടുമോ? ആക്ച്വലി നോ. നിങ്ങൾക്ക് ഒരു മാക്ബുക്ക് എടുക്കാം, ട്രൈ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് അത് തീരെ ഇഷ്ടമല്ലെങ്കിൽ വിൽക്കുകയാണെങ്കിൽ അതിന് അത്യാവശ്യം റേറ്റും കിട്ടും. നമുക്ക് കുറച്ച് പൈസയൊക്കെ നഷ്ടം വരുള്ളൂ. ഞാനിനി ഏതായാലും ഒരു വിൻഡോസ് ലാപ്ടോപ്പ് മേടിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ ഒരു സുഖം പിടിച്ചു പോയി. പിന്നെ മാക്ബുക്കിൻ്റെ എയർ M1 എന്ന് പറയുന്ന എൻ്റെ കയ്യിലുള്ള ഈ മോഡലൊക്കെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പോയിട്ട് പുതിയത് മേടിക്കരുത്. ഭയങ്കര നഷ്ടമാണ്. കാരണം പുതിയതിന് ഇപ്പോഴും ഒരു 60,000 56,000 രൂപയോളം റേറ്റ് ഉണ്ട്. പക്ഷെ അതിനുള്ള ഒരു മുതലില്ല. നിങ്ങൾക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള പീസ് കിട്ടുകയാണ്. ലൈക്ക് ഒരു 25 സൈക്കിള് അല്ലെങ്കിൽ 10 സൈക്കിള് 15 സൈക്കിള് അങ്ങനെയൊക്കെയുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള ബോക്സ് പീസ് കിട്ടുകയാണ് ഒരു 45,000-നുള്ളിൽ. അല്ലെങ്കിൽ വേണ്ട, ഒരു മാക്സിമം ഒരു 43,000-നുള്ളിൽ കിട്ടുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു മാക്ബുക്ക് പോയിട്ട് മേടിക്കാവൂ. അല്ലാതെ 50,000-ന് മേളിൽ പോയി വാങ്ങിയാലും നിങ്ങൾ ചെയ്യുന്നത് ഭയങ്കര മണ്ടത്തരാണ്. അതിനുള്ളൊരു വാല്യൂ 2025 ഈ ഒരു എയർ M1 എന്ന് പറയുന്ന മോഡലില്ല. കാരണം നിങ്ങൾക്ക് ആ ഒരു റേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ നീറ്റായിട്ട് വളരെ കുറവ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള നല്ല M2 ഡിവൈസസ് കിട്ടും. അപ്പോൾ അത് തന്നെയാണ് ഇതിനെക്കാട്ടിലും ഒന്നും കൂടി നല്ലത്. നല്ല പവർഫുള്ളാണ്, അതേപോലെ തന്നെ പുതിയ ഡിസൈനാണ്. അപ്പോൾ ഇത് പോയിട്ട് ഒരു 50,000 രൂപയ്ക്ക് കൊടുത്ത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടമായിരിക്കും. ഞാൻ പിന്നെ എന്താ വെച്ചാൽ ഇതെനിക്ക് വാങ്ങിയത് ലാഭം മാത്രമേ ഉള്ളൂ. കാരണം ഒരു വിൻഡോസ് ലാപ്ടോപ്പിനെ സംബന്ധിച്ച് അതിൻ്റെ വാറൻറ്റി കഴിയുന്നതോടുകൂടി പിന്നെ അതിന് മാർക്കറ്റില്ല. അതിപ്പോൾ 70,000-ന് വാങ്ങിയ ഒരു ലാപ്ടോപ്പ് ആണെങ്കിലും 1,00,000-ന് വാങ്ങിയ ലാപ്ടോപ്പ് ആണെങ്കിലും അതിൻ്റെ വാറൻറ്റി കഴിഞ്ഞോ പിന്നെ അതിന് വാല്യൂ ഇല്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ എൻ്റെ ലാപ്ടോപ്പ് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു സാധനം മേടിച്ചു. ഇതിപ്പോൾ ഞാൻ സെല്ല് ചെയ്യുകയാണെങ്കിൽ ഞാൻ വാങ്ങിയ പൈസയ്ക്ക് ഞാൻ എത്രയിനാണോ മേടിച്ചത് ആ റേറ്റിന് വാങ്ങാൻ ആൾക്കാരുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഈ ഒരു മാക്ബുക്കിലേക്ക് മാറാനുള്ള ഏറ്റവും ആദ്യത്തെ കാര്യം, റീസെയിൽ വാല്യൂ. അപ്പോൾ എനിക്കിനി ഒരു വിൻഡോസിൻ്റെ ലാപ്ടോപ്പ് തന്നെ ഹൈ എൻഡ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതാണ്ട് കൊടുത്താൽ മതി, ഒരു മുടക്കില്ല. അതല്ല ഇനി എനിക്ക് M2 M3 ഒക്കെ ക്യാഷ് കിട്ടുമ്പോൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതങ്ങ് കൊടുക്കുക, നല്ല റേറ്റ് കിട്ടും. പക്ഷെ അതേപോലെയല്ല ഒരു വിൻഡോസിൻ്റെ ലാപ്ടോപ്പ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ വാറൻറ്റി കഴിഞ്ഞോ പിന്നെ അതിന് വാല്യൂ ഇല്ല. പിന്നെ പഠിത്തം മാത്രമാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്ബുക്കിൻ്റെ ആവശ്യമില്ല, ഗെയിമിംഗ് ലാപ്ടോപ്പിൻ്റെ ആവശ്യമില്ല. ഒരു 45,000 രൂപയ്ക്കുള്ളിൽ കിട്ടുന്ന ഏതെങ്കിലും നല്ല ലാപ്ടോപ്പ് ഉണ്ട്. HP-ൻ്റെ ആയാലും ഡെല്ലിൻ്റെ ആയാലും ഏസറിൻ്റെ ആയാലും ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള ലാപ്ടോപ്സ് ഉണ്ട്. അത് ഏതെങ്കിലും ഒരെണ്ണം മേടിക്കുക, ഉപയോഗിക്കുക. അതിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ. അതല്ല നിങ്ങൾക്ക് കോണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിങ്
അതേപോലെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു മോഡറേറ്റ് യൂസ് ആണെന്നുണ്ടെങ്കിൽ മാത്രം ഇതേപോലെയുള്ള ലാപ്ടോപ്പുകളൊക്കെ മേടിക്കുക. വീട്ടിലെ സാഹചര്യം കൂടി മനസ്സിലാക്കിയിട്ടേ നിങ്ങൾ എന്തും ചെയ്യാവോ. അല്ലാതെ ഇത് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചു പോയി വാങ്ങാനുള്ള ഒരു സാധനമൊന്നുമില്ല. കാരണം നമുക്ക് ഇത് മേടിച്ചുകൊണ്ട് നമ്മുടെ ലൈഫിൽ അങ്ങനെ പ്രത്യേകിച്ച് ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാവരും നല്ലപോലെ ആലോചിച്ച് മാത്രം ഒരു ഡിസിഷൻ എടുക്കുക. ഞാൻ പറയുന്ന മാത്രം കേൾക്കരുത്. കാരണം ഞാൻ അങ്ങനെ ഒരു ടെക്കിയൊന്നുമല്ല. എനിക്ക് പേഴ്സണലായിട്ട് ഉപയോഗിച്ച് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷസാമ് ചിലപ്പോൾ വീഡിയോ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ അതേപോലെ നല്ല നല്ല ടെക് വ്ളോഗേഴ്സ് എന്താ പറയുന്നതെന്ന് കൂടി നോക്കുക. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.